ഇതിന്റെ റീചാർജ് കഴിഞ്ഞിക്കണോന്നുണ്ടല്ലോ. പ്ലസ് ടു കഴിഞ്ഞിട്ട് പരിപാടിക്ക് പോകാതെ കുതിരളിച്ച് നടക്കുക. ഓനങ്ങനെ നാസാക്കാൻ കുറച്ച് ഏരപ്പം കൂട്ടുകാരന്മാരുണ്ട്. എന്താ പറഞ്ഞു? അന്നെ തന്നെ പറഞ്ഞു എന്റെ ചെറുക്കനെ നാസാക്കുന്ന ഒറ്റ ഔക്കുറോ ബിരിയാണി, നല്ല നാടൻ ഔക്കുറോ ബിരിയാണി. തോന്നുമ്പോ കിട്ടൂല, കിട്ടുമ്പോ തന്നോളി. ഔക്കുറോ ബിരിയാണി മാക്രി ബിരിയാണിയോ? നീ മേലാക്കും ഓന്റെ പന്നെ കണ്ടിട്ടുണ്ട്. എന്റെ കാല് ഞാൻ തച്ചാൻ മുറിച്ചേ കറിഞ്ഞു. ഇയാളെ കൊണ്ട് വലിയ ചൊറായല്ലോ. ഇപ്പത്തെ ചെറുക്കന്മാരോട് താമസം അറിയാൻ പറ്റൂല. ഇതൊന്നും പൊങ്കി ബിരിയാണി അല്ലടോ, ഔക്കുറോ ബിരിയാണി. അവിടെ കയറൊക്കെ എന്നിട്ട് തിന്നിട്ട് പറയാം. വരി 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 ഇതൊന്നില്ലല്ലോ രമണിയെ. അപ്പുണ്ണിയേ അയ്യോ. എന്താ പിടിക്കാ പിടിക്കാ. എന്തേ? സ്വരം വരി, ഔക്കുറോ ബിരിയാണി, ഔക്കുറോ ബിരിയാണി. 10 പൈസക്കില്ലാത്ത ബിരിയാണി വെച്ചുകൊണ്ട് ഔക്കുറോ ബിരിയാണി. എങ്ങനെയുണ്ട് അംസ? ഉസാറല്ലേ? എങ്ങനെ ഉണ്ടെന്നോ പോരാ കോയേ. ഒന്നിനെടുത്താ പോരെ മനസ്സിനടങ്ങാറാക്കാം. കാൽമക്ക് രാവിലെ തന്നെ മുട്ടിട്ട് കണ്ട് കാലത്ത് പൈസ മുട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളാ. എല്ലാം നല്ലതിനാ കോയേ. പൊന്നാരന്റെ ഉണ്ണിയപ്പ അല്ല അപ്പുണ്ണിയെ എന്റെ ചെറുക്കനെ ഹോസ്പിറ്റലിൽ ജോലി നീ മേലാക്കി ഇവിടെ ബിരിയാണി വെച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെ ഞാൻ ഇതിന്റെ മോൾക്ക് വലിച്ചിട്ട് മണ്ണെണ്ണ കത്തിച്ചു ഞാൻ മൊത്തം ജോലി വേണം. അത് നോക്കി പറഞ്ഞ എവിടെ നല്ലത്. ഞാനൊന്ന് നക്കട്ടെ. എന്നാ നക്കിട്ടൊക്കെ ഞാൻ വരാം. നോക്കട്ടെ. ശരി. എന്റെ അംശം മല്ലിച്ചപ്പിലാ സേറിക്കണൂലേ? മല്ലിച്ചപ്പ് ഞാൻ ഒറ്റ കേറ്റൽ കേച്ചണ്ടല്ലോ. ഞാൻ റേഷൻ പീടി തരികൊണ്ട് ബിരിയാണി വെച്ചിക്കണ്ടേ ഹോസ്പിറ്റലല്ലേ? കോയെ ഡോക്ടർ ആവണോ? വേണ്ട വേണ്ട നഴ്സ് ആവണോ? ബിരിയാണി മോശമാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞോളൂ ചങ്ങായി. അതന്നല്ലേ അംശ പറഞ്ഞ് തിന്നല്ലേ തിന്നല്ലേ. ഞാൻ വിചാരിച്ചെന്നാ ടാറ്റ തരാണെന്നല്ലേ. ഫാർമസിയിൽ ഒരു ഒഴിവുണ്ട്. അത് തീരെ പറ്റൂല. തീരെ പറ്റൂലെങ്കിൽ മോർച്ചറിയിൽ ഒരു ഒഴിവുണ്ട്. അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ. ഈ മാക്രിയൊക്കെ ബിരിയാണി കണ്ടോ? ചിക്കൻ ബിരിയാണി ഉണ്ടോ? എന്റെ വാപ്പാന്റെ തലയുള്ളു. അതുകൊണ്ട് എനിക്കൊന്ന് നല്ലതെന്നാലോ. പിന്നെ ഇതൊന്നും അല്ലാതെ വേറെ എന്താ ജോലിയാ കിട്ടുക? അതൊന്നും അല്ല പുണ്ണപ്പിയെ. ഓ എന്നോട് പറഞ്ഞത് എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. ബോംബെയിലായെന്ന് 80-85 കട്ടക്കാലല്ല കാലഘട്ടം. ബോസിന്റെ മകളെ കല്യാണം. ഇതുണ്ടായിട്ടാ നോക്കിക്ക. കൊച്ചിയിൽ എടപ്പള്ളിയില് ലുലു മാളത്തിന് 15 ചെമ്പ് ഇങ്ങനെ നിരത്തി വെച്ചിക്ക. അതിന്റെ നടുക്ക ഞാൻ ഇരിക്ക. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലി ചപ്പ് ഇങ്ങനെ എറിയല്ലേന്ന് ഞാൻ അന്നൊന്നും പോകുമ്പോ തൊട്ടടുത്ത് എന്തോന്ന് തെളിഞ്ഞു കാണുന്നുണ്ട്. എന്താ നോക്കാം. കല്യാണം പോയി പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അനൗൺസ്മെന്റ് ഇങ്ങനെ പോവായിരുന്നു. ഇന്ന് അംസയുടെ വെപ്പുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർ കല്യാണത്തിന് വന്നിന്ന് അംസന്റെ അക്കാദമി. തനിക്ക് നല്ല ഉണ്ടാരോ? അപ്പുറത്തെ വീട്ടിലല്ലേ ഡോക്ടർ ഹുസൈന്. മൂപ്പനോട് പോയി കാര്യം ചോദിക്കാവുന്നല്ലേ? മൂപ്പനാകുമ്പോ അംസന്റെ വെപ്പുണ്ട് അല്ല വാപ്പയാണ് വെപ്പ്. എന്താ അല്ല വളക്കെടുത്ത് വെക്കാണ് അറിയണേ. അന്നൊക്കെ ബിരിയാണി ഒക്കെ ബോംബെ കല്ലി മൊത്തം അടച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. എന്നായിക്കോട്ടെ. അതാണല്ലേ. ഹുസൈൻ ഡോക്ടറെ എന്താ പോയക്കാ? അപ്പുണ്ണിയല്ലേന്നോ? സർക്കാർ ഓഫീസുകൾക്ക് മൊത്തം അവധി കൊടുത്തിരുന്നില്ല അംസന്റെ ബിരിയാണി ഇറക്കാണ്ട്. അല്ല പച്ചവെള്ളം വേണമെന്ന് വെച്ചാ പച്ച പൊള്ളിന് കുഞ്ഞാപ്പൂവിനെ കൊച്ചി കൊണ്ടുപോയി ചേർക്കാൻ. അവിടെ എന്താ ഫ്യൂച്ചറേഴ്സ് അക്കാദമി അങ്ങനെ എന്തോ ഉണ്ട്. അതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ പറയല്ലടാ ഞാൻ ഔക്രോ അങ്ങനത്തെ ഒരു ചാതുള്ള ബിരിയാണി പിന്നെ നാട്ടിൽ നിന്ന് തിന്നക്കണേ മറ്റേ ഹോട്ടൽ കാറ്ററിംഗ് ബിരിയാണിയാണ്. അല്ലാതെ മനസ്സിനെ കളിയാക്കി എല്ലാവരും ഇങ്ങനെ മേച്ചുകൊണ്ട് നടക്കാം. പിന്നെ അവർക്ക് പിന്നെ ബികോം പഠിക്കുന്ന കുട്ടികൾക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. എല്ലാ കണക്കും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അനക്കൊക്കെ നല്ല ബിരിയാണി തിന്നണമെന്നുണ്ടെങ്കിൽ വരുന്ന വല്യരുന്നാക്കേ വരുന്ന വല്യമാക്കോ വരുന്ന വല്യമാക്കല്ല വലിയ പെരുന്നാക്ക് പെരക്കാരടങ്ങാൻ കമ്പ്യൂട്ടർ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ അനാലിറ്റിക്സ് ഹോസ്പിറ്റൽ ഡാറ്റ അനാലിറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ പുതിയതായിട്ട് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് മലപ്പുറം താജ് ഓഡിറ്റോറിയത്തിലും കോട്ടക്കല് PM ഓഡിറ്റോറിയത്തിലും ഓഡൈൻ കാറ്ററിംഗ് ബിരിയാണിയാണ് വെക്കണു. ആണ് വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്തപ്പോ തന്നെ. അതായത് പൈസ വന്ന് ഏത് വഴി പോയി ആ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കോഴ്സ് അവിടെ ഉണ്ട്. അതിനോ +2 വരെ പഠിച്ചിട്ടുള്ളേ. ഓനെ ഡിഗ്രി കൂടി ഒന്ന് പഠിപ്പിച്ചാൽ ഓൽക്കോടി ബിരിയാണി അല്ലേ കൂട്ടി പരി പോ നോക്കണ ചങ്ങായി. ഓരോലാണെങ്കിൽ ബികോം ഉണ്ട്, BBA ഉണ്ട്, BC ഉണ്ട്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അവര്. കൂടാതെ ശേഷം പ്ലേസ്മെന്റും കൊല്ലം കുറെ ചാടി അടങ്ങിയിട്ട് നീച്ച് പോയാക്കാവുന്നത് എല്ലാം ഇപ്രാവശ്യം കൊടുക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് അവര്. എന്നാ അവിടെ തന്നെ കൊണ്ടുപോയി ചേർക്കാം. അപ്പൊ ഞങ്ങളെ പഠിത്തത്തോടു കൂടി നിങ്ങൾക്ക് ശമ്പളം കൂടി